കാരവാനുകളിൽ കയറാത്ത തൂഫാൻ. ഹിന്ദി, ഉറുദു തുടങ്ങിയ പല ദക്ഷിണേന്ത്യൻ ഭാഷകളിലും തൂഫാൻ എന്ന വാക്കിന് ശക്തമായ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, പ്രക്ഷുബ്ധമായ അവസ്ഥ എന്നെല്ലാമാണ് അർത്ഥം. ഓപ്പറേഷൻ തൂഫാൻ ഉറങ്ങിക്കിടന്ന ആഭ്യന്തര വകുപ്പിനെ ഉണർത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചാട്ടുളി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങി ദിവസങ്ങൾക്കകം 1000-ലധികം ലഹരി മാഫിയകൾ അഴിക്കുള്ളിൽ. ലഹരിയിൽ മുങ്ങുന്ന സിനിമാക്കാർക്കിടയിൽ വേറിട്ട ശബ്ദമായി ഉണ്ണി മുകുന്ദൻ മാറുകയാണ്. കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നേറുമ്പോഴും വലിയൊരു ചോദ്യചിഹ്നം ബാക്കിയാകുന്നു. നിലവിലെ തെരുവുകളിലും സാധാരണക്കാരുടെ ഇടയിലും മാത്രം ഒതുങ്ങുന്ന ഒരു പോലീസ് കൊടുങ്കാറ്റ് എന്തുകൊണ്ട് മലയാള സിനിമയിലെ ആഡംബര കാരവാനുകളിലേക്ക് ഇനിയും വീശിയടിക്കാത്തത്? മലയാള സിനിമയിലെ വലിയൊരു വിഭാഗം നടന്മാരും അണിയറ പ്രവർത്തകരും മാരക ലഹരി മരുന്നുകളുടെ പിടിയിലാണെന്ന് പരസ്യമായ രഹസ്യമായിട്ടും അവരാരും തന്നെ ലഹരിക്കെതിരെയുള്ള ഈ വൻ സുരക്ഷാ നടപടികളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറാകുന്നില്ല. ഈ സിനിമാക്കാരുടെ കള്ള മൗനത്തിനിടയിലാണ് നിലപാടുകളുടെ കരുത്തുമായി നടൻ ഉണ്ണി മുകുന്ദൻ വേറിട്ട വഴിയെ സഞ്ചരിക്കുന്നത്. പെരുമ്പാവൂരിലടക്കം വർദ്ധിച്ചു വരുന്ന ലഹരി ശൃംഖലകൾക്കെതിരെ കേരള പോലീസ് നടത്തുന്ന വ്യാപക പരിശോധനകളും അറസ്റ്റുകളും പരസ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. ലഹരി കുറ്റകൃത്യങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പോലീസിന്റെ നടപടി യുവതലമുറയുടെ ഭാവിക്കും സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ഉണ്ണി മുകുന്ദൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെ ലഹരി മാഫിയയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽ പ്രശ്നമെത്തിച്ച സാധാരണക്കാരായ യുവാക്കളെയും താരം പ്രത്യേകം അഭിനന്ദിച്ചു. യുവാക്കൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഉണ്ണി മുകുന്ദൻ കേരള പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് മുൻകൈയെടുത്തു. ഇതിന് പിന്നാലെ പോലീസ് IT സെൽ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിവേഗത്തിൽ ഇടപെടുകയും ശക്തമായ നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു. പൗരന്മാരുടെ പരാതികൾക്ക് നിയമപാലകർ നൽകുന്ന ഈ പ്രാധാന്യം ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ആദ്യഘട്ട നടപടികളിൽ ഒതുങ്ങാതെ ഈ തൂഫാൻ പരിശോധനകൾ തുടരണമെന്നും ഉണ്ണി മുകുന്ദൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ചുരുക്കം ചിലരൊഴിച്ച് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ഈ വിഷയത്തിൽ പുലർത്തുന്ന കുറ്റകരമായ മൗനം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ലഹരിക്കെതിരെ പൊതുസമൂഹത്തിൽ സംസാരിക്കാൻ മടി കാണിക്കുന്ന ഇവർ സ്വന്തം തട്ടകമായ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും മിണ്ടുന്നില്ല. ഉണ്ണി മുകുന്ദനെ പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള താരങ്ങൾ ഇനി ചെയ്യേണ്ടത് സാധാരണക്കാരിലേക്ക് മാത്രം ചുരുങ്ങുന്ന ലഹരി വിരുദ്ധ പോരാട്ടത്തെ സിനിമാ മേഖലയ്ക്കുള്ളിലെ അഴുക്ക് ചാലുകളിലേക്ക് കൂടി തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. കാരവാനുകൾക്കുള്ളിലെ സുഖലോലുപതയിൽ മറഞ്ഞിരിക്കുന്ന ലഹരി മാഫിയയെയും അവരുടെ സ്വാധീനത്തെയും കൂടി തുറന്നു കാട്ടാൻ മലയാള സിനിമാ രംഗത്തുനിന്ന് തന്നെ ഉണ്ണി മുകുന്ദനെ പോലുള്ളവർ മുന്നോട്ട് വരുമെന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി മരുന്ന് വ്യാപനമെന്നും നാടിൻ്റെ യുവത്വത്തെ ഇല്ലാതാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ നോ എക്സ്ക്യൂസ് നയമായിരിക്കും സർക്കാർ സ്വീകരിക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമത്തിന് മുന്നിൽ സ്റ്റാറ്റസോ പണമോ പദവിയോ നോക്കിയായിരിക്കില്ല പോലീസിന്റെ നടപടിയെന്നും സിനിമേതര മേഖലകളിലെ കാരവാനുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് പരിശോധന നടത്തില്ലെന്ന ധൈര്യം ആർക്കും വേണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. ലഹരി കച്ചവടത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരങ്ങളും പരാതികളും കൈമാറാൻ പോലീസിന്റെ പ്രത്യേക ആപ്പുകൾ സജ്ജമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവരുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ യാതൊരു കാരണവശാലും പുറത്തുവിടില്ല. ഇന്റലിജൻസ് IG-യുടെ നേതൃത്വത്തിൽ നർക്കോട്ടിക് സെല്ലും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള വിപുലമായ പോലീസ് സംവിധാനമാണ് ജില്ലാ പ്രാദേശിക തലങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേരളത്തെ ഉണർത്തി തൂഫാൻ. UDF സർക്കാരിൻ്റെ ഈ തുടക്കം മാസാണ്.